പല ആഭാസങ്ങളുടെയും അനാവശ്യങ്ങളുടെയും തേക്കൂത്തുകളെ കൊണ്ട് നിക്കാഹിന്റെ വേദികൾ മലീമസമാക്കപ്പെടുന്ന ഇന്നിന്റെ സാഹചര്യത്തിൽ ഇതേപോലുള്ള നിക്കാഹിന്റെ വേദികൾ എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്, സ്വാഗതാർഹമാണ്, മാതൃകാപരമാണ്. എരുമാട് ശൈഖുനാ വബൽജഉനാ സൂഫി ഷഹീദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ശൈഖുനാ ഹസൻ സഖാഫിൽ ഹദറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ തിരുജാരത്തായി തല ഉയർത്തി നിൽക്കുന്ന ഖുദരിയ ജുമാ മസ്ജിദിൽ ഇത്രയേറെ പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും ഉമറാക്കളെയും മുതഅല്ലിമീങ്ങളെയും ഒരുമിച്ച് കൂട്ടി നടത്തപ്പെടുന്ന ഈ നിക്കാഹിന്റെ വേദി ഒരു നല്ല ശുഭലക്ഷണമാണ്, ഒരു നല്ല തുടക്കമാണ്. ഇൻഷാ അല്ലാഹ് നല്ല നിലക്ക് തുടങ്ങി നല്ല നിലക്ക് മുന്നോട്ട് പോയി ഈമാൻ കിട്ടി മരിച്ച് സ്വർഗത്തിൽ വെച്ച് സന്തോഷിക്കുന്ന വിഭാഗത്തിൽ ഈ കുടുംബങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഇന്ന് വരെ കാണൽ ഹറാമായിരുന്ന വ്യത്യസ്ത കുടുംബങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾ ഈ നിക്കാഹിന്റെ സുന്ദരമായ വചനങ്ങൾ ഉരുവിടലോടുകൂടെ ഉച്ചരിക്കലോടുകൂടെ രണ്ട് കുടുംബങ്ങൾ ഒന്നായി തീരുന്ന ഒരവസ്ഥയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അൽഹംദുലില്ലാഹ്. നിക്കാഹിന്റെ വചനങ്ങൾ ചൊല്ലി രണ്ടു വ്യക്തികളാണെങ്കിലും ഇണതുണകളായി വേറിട്ട് പോകാത്ത രൂപത്തിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന നല്ല ഒരു അവസ്ഥക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. സൗജ്, ഭാര്യ, ഭർത്താവ്, നാം മലയാളത്തിൽ പറയാറുണ്ടെങ്കിലും അറബിയിലേക്ക് ഇങ്ങോട്ട് പോരുമ്പോൾ സൗജ് എന്ന ഏക പദത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ട് കുടുംബ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഒന്നില്ലാതെ മറ്റൊന്ന് പ്രസക്തിയില്ലാത്ത വണ്ണം അത് വളരെ സുദൃഢമാവുകയാണ് ആ ബന്ധം. അതുകൊണ്ടാണ് സിവാജ് എന്ന പദത്തിൽ നിന്ന് ആ പദമാണ് തസ്വീജ് എന്ന പദമാണ് ഇതിനു വേണ്ടി ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. മറ്റൊരു പദം നമുക്കറിയാം, നിക്കാഹ് എന്നാണ്. നിക്കാഹ് എന്ന് പറഞ്ഞാലും കൂടിച്ചേരുക എന്നാണ് അതിന്റെ അർത്ഥം. എന്റെ മകളെ നിങ്ങൾക്ക് ഞാൻ വേർപെടുത്താൻ പറ്റാത്ത രൂപത്തിൽ, എന്നും നിലനിൽക്കാൻ പറ്റുന്ന രൂപത്തിൽ നാം ഇണക്കി ചേർത്തി തന്നു എന്നാണ് വലിയ പുതിയ വരനോടായി ഇവിടെ പറയാൻ പോകുന്നത്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്കറിയാം, തിളച്ചു മറിയുന്ന വെള്ളത്തിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയും പാലും ചേർത്ത് ചായ എന്ന പേരിലേക്ക് മാറ്റപ്പെടുമ്പോൾ അതിൽ നിന്ന് പഞ്ചസാരയെ മാറ്റി നിർത്തി, പാലിനെ മാറ്റി നിർത്തി, വെള്ളത്തിനെ മാറ്റി വെക്കാൻ സാധിക്കുകയില്ല. ആ നിലക്ക് അത് കൂടിച്ചേരുകയാണ്. ഈ നിലക്ക് ഭാര്യയും ഭർത്താവും കൂടിച്ചേർന്ന് നല്ലതിനായി മുന്നോട്ട് പോയി നല്ല നിലക്ക് ദുനിയാവിൽ നിന്ന് ഇവിടെ പറഞ്ഞ് ആഖിറത്തിൽ സുഖ സന്തോഷത്തോടുകൂടി ഒരുമിച്ച് കൂടാൻ പറ്റുന്ന രൂപത്തിലാകണമെന്നാണ് നിക്കാഹ് എന്ന പദം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഈ പരിശുദ്ധമായ നിക്കാഹിന്റെ വേദിയിൽ ഒരുപാട് സയ്യിദന്മാരുണ്ട്, ഒരുപാട് ആലിമീങ്ങളുണ്ട്, ഒരുപാട് മുതഅല്ലിമീങ്ങളുണ്ട്. ഈ മുതഅല്ലിമീങ്ങളുടെ സാന്നിധ്യത്തിൽ, ഈ സയ്യിദന്മാരുടെ സാന്നിധ്യത്തിൽ, ഈ പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ അവരുടെ വരിയുടെ കയ്യിലേക്ക് ചേർത്തി വെച്ചിട്ട് ഇവിടുന്ന് ഉടമ്പടി ചെയ്യുന്ന ഒരു ഉടമ്പടിയുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇണയാക്കി കൂട്ടിത്തരികയാണ്. 18 വർഷക്കാലം, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് കൂടുതൽ 20-22 വർഷക്കാലം എന്റെ മകൾ ഞാൻ പോറ്റി വളർത്തിയിട്ട് അവർക്ക് വേണ്ട ഭക്ഷണം കൊടുത്ത്, വെള്ളം കൊടുത്ത്, ചികിത്സ നൽകി, അവർക്ക് ആത്മീയമായ അറിവുകൾ നൽകി, സംസ്കാരം പഠിപ്പിച്ചു കൊടുത്ത് അവരെ വളർത്തിയെടുത്തിട്ട് ഇന്ന് നിങ്ങളുടെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. നിങ്ങളുടെ കൈകളിലേക്ക് എന്റെ പൊന്നുമോളെ, ഞാൻ പൊന്നുപോലെ വളർത്തിയ എന്റെ മോളെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടാകുന്ന എന്റെ പൊന്നുമോളെ നിങ്ങളെ കരങ്ങളിലേക്ക് ഭദ്രമായി ഞാൻ ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു പിതാവ്, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മുടെ മക്കളെ പുതിയൊരു വരന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ഒരിക്കലും അവർക്ക് തിന്നാൻ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടോ, കുടിക്കാനുള്ള വെള്ളം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടോ, താമസിക്കാനുള്ള പാർപ്പിടം കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടോ, അതല്ലെങ്കിൽ മറ്റവർ അവരെ കൊണ്ട് നമ്മുടെ കുടുംബം തോറ്റുപോയത് കൊണ്ടോ, നമ്മുടെ കുടുംബത്തിൽ ഭാരമായത് കൊണ്ടോ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കുക എന്ന രൂപത്തിലല്ല പറഞ്ഞയക്കുന്നത്. മറിച്ച് അല്ലാഹു കൽപ്പിച്ച വലിയ കാര്യത്തിന്റെ മേലിലാണ് നിങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നത്. എന്താണ് കാര്യം? നല്ല നിലക്ക് അവളെ മുന്നോട്ട് കൊണ്ടുപോകണം.
തീർച്ചയായും രണ്ട് കുടുംബ പശ്ചാത്തലമുള്ള രണ്ട് വിഭാഗം ആളുകളാണ് ഒന്നിക്കാൻ പോകുന്നത്. ഒരു കുടുംബത്തിലെ സംസ്കാരമാവുകയില്ല, ഒരു കുടുംബത്തിലെ രൂപമാവുകയില്ല, മറ്റേ കുടുംബത്തിലുണ്ടാവുക രണ്ട് രൂപത്തിലുള്ള, രണ്ട് സംസ്കാരത്തിലുള്ള, രണ്ട് വ്യത്യസ്തമായ കുടുംബങ്ങൾ തമ്മിൽ ചേരുമ്പോൾ എന്റെ മകളിൽ നിന്ന് അനിഷ്ടമായ പ്രവർത്തനങ്ങൾ, അനിഷ്ടമായ വാക്കുകൾ, ഇടപെടലുകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. എന്തുണ്ടായാലും സൗമ്യമായി അവരെ പറഞ്ഞു മനസ്സിലാക്കി നല്ല നിലക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അഥവാ ഇനി ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ ഇനി ഇവിടെ നമ്മോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അല്ലെങ്കിൽ നല്ല നിലയ്ക്ക് എന്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു തരണം എന്ന ഉടമ്പടിയോടുകൂടിയാണ് ഇവിടെ ഒരു വരന്റെ കയ്യിലേക്ക് തന്റെ മകളെ കൊടുക്കുന്നത്, തന്റെ മകളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഇത് തുടങ്ങിയത് സ്വർഗത്തിലാണ്, ഇരിക്കാണ് തുടങ്ങിയത് സ്വർഗത്തിലാണ്, സമാപിക്കുന്നതും സ്വർഗത്തിലാണ്. ഇൻഷാ അല്ലാഹ് അബൂനാബിൽ മസ്ദാദ് നബി അലൈഹിസ്സലാമിനെ സ്വർഗ്ഗത്തിൽ സൃഷ്ടിക്കപ്പെട്ട സമയത്ത് ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, സ്വർഗ്ഗത്തിൽ വെച്ചുകൊണ്ട് തന്നെ എന്നെ നൽകിയിട്ടുണ്ട്. എന്നാൽ ആ സ്വർഗ്ഗത്തിൽ നിന്ന് ആ ജീവിതം ആരംഭിച്ച് ദുനിയാവിൽ നാം വൈവാഹിക ജീവിതത്തിലൂടെ മുന്നോട്ട് പോയി നല്ല ഈമാൻ കിട്ടി മരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചാൽ അലൽ അറായികി മുത്തഖിനൂൻ, നാളെ ആഖിറത്തിൽ സ്വർഗ്ഗലോകത്ത് കട്ടിലിരുന്ന് ചാരിയിരുന്ന് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞോ കുടുംബ ജീവിതത്തിന്റെ അർത്ഥതലങ്ങൾ കണ്ടവരാണ്. ഈ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ തൗഫീഖിനെയും നൽകുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും സന്തോഷം അറിയിച്ച് ഈ നവവധുവരന്മാർക്ക് എല്ലാവരും മംഗളാശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.